മമതയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ചില സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ മമത ചെയ്യുന്നതും ലക്ഷ്മിയെ വിളിച്ച് എന്തെങ്കിലും പറയും. ഭാര്യയെ ഭാബി എന്നാണ് വിളിക്കുന്നത്, ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. ഭാബി, ഈ ഗവർണറെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും നികത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞു തീരാൻ പറ്റാത്ത സങ്കടവുമാണ്. നന്ദിത ഈ ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയുടെ മനോവ്യാപാരങ്ങൾ വൈകാരികമായി ഒപ്പിയെടുത്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നാലും മക്കൾ രണ്ടാളും അവർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. ഇന്ന് വേണമെന്ന് അച്ഛനും അമ്മയോ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുക, എക്സെപ്റ്റ് ചൂസിങ് ദർ പേരൻസ്. ഈ സിനിമയിലൊക്കെ നായകനാകുന്നതിന് വരെ ഒരു നല്ല മകനായിട്ടൊന്ന് അഭിനയിക്കുക. പാവം പറഞ്ഞു, ആദ്യം അച്ഛൻ നല്ല അച്ഛനായിട്ട് അഭിനയിച്ച് കാണിക്കും. ആദ്യമൊക്കെ IAS എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കഠിനാധ്വാനം വേണം, ധാരാളം വായന വേണം, ആത്മവിശ്വാസം വേണം എന്നൊക്കെ. ഇപ്പോൾ ഞാൻ പറയും, IAS എന്നല്ല ഏത് പരീക്ഷ പാസ്സാണെങ്കിലും ഈശ്വരാനുഗ്രഹം വേണം. ഇഫ് യു ഫെയ്ത്ത് ആൻഡ് എ മസ്റ്റർഡ് സീഡ് യു ക്യാൻ മൂവ് മൗണ്ടൻസ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലകളെ ഇളക്കാം. ശരിയാണത്. IAS പരീക്ഷ എഴുതുമ്പോൾ ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ ജയിക്കില്ല, ഇൻ്റർവ്യൂവിന് ഞാൻ കയറി കൂടില്ല, പ്രിലിമിനറി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം പറയും തഥാസു, അതങ്ങനെ നടക്കട്ടെ. ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മതി, പരീക്ഷയിൽ ജയിക്കാൻ ആവശ്യം ടെൻഷനല്ല, അറ്റൻഷനാണ്. ഈ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ഗവർണറായിരിക്കുമ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിൽ ശ്രീമതി ലക്ഷ്മിയുടെ റോൾ എന്താണ്? അത് നേരിടുന്നതിലും അതിന് പിന്തുണയ്ക്കുന്നതിലും. ലക്ഷ്മി എൻ്റെ ഭാര്യയാണ്. ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഊർജം ലക്ഷ്മിയാണ്. ഒരു പക്ഷേ ദി അൺസീൻ ബ്രീസ് വിച്ച് മൂവ്സ് എ സെയിൽ ദാറ്റ് പ്രൊപ്പൽസ് എ ഷിപ്പ് എന്ന് ഭാര്യയെക്കുറിച്ച് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഷീസ് എ ബെറ്റർ മാനേജർ ദാൻ മീ. എന്നെക്കാളും വളരെ വളരെ ശാന്തമായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ളൊരു പ്രത്യേക കഴിവ് ലക്ഷ്മിക്കുണ്ട്. അതെനിക്ക് വലിയൊരു ശക്തിയാണ്. ഈ മമതയുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞല്ലോ, മമതയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ചില സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ മമത ചെയ്യുന്നതും ലക്ഷ്മിയെ വിളിച്ച് എന്തെങ്കിലും പറയും. മമതയ്ക്കറിയാം ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഗവർണർക്ക് മനസ്സിനെ അലോസരപ്പെടുത്തി കാണും. അതവർ വിളിച്ച് പറഞ്ഞ് ഒരു സോഫ്റ്റ് ലൈൻ ഇടുന്നത് ലക്ഷ്മിയിലൂടെയാണ്. ഒരിക്കൽ വളരെ രസകരമായൊരു സംഭവം, രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ഒരു പടക്കപ്പൽ നീറ്റിലിറക്കാൻ വന്നു. അപ്പോൾ ഔപചാരികമായിട്ട് ഗവർണർ എന്നതിൽ ഞാനുണ്ട്, മുഖ്യമന്ത്രി മമതയുമുണ്ട്. ഒരു നാട്ടുനടപ്പനുസരിച്ച് ഇതിലൊക്കെ ഭാര്യമാരും വരും. മുർമുജിയെ യാത്ര അയച്ചു കഴിഞ്ഞപ്പോൾ ഈ മമത എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യയെ ഭാബി എന്നാണ് വിളിക്കുന്നത്, ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഭാബി, ഈ ഗവർണറെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. എനിക്കെപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പോവാം, ഞാൻ ചില കാര്യങ്ങൾ, സാറിൻ്റെ ചില കഥകൾ ഭാബിയുടെ അടുത്ത് പറയാൻ പോവാം. ഞാൻ ആ കഥകളൊക്കെ, ആ പരാതികൾ അതൊക്കെ എഴുതിയിട്ട് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് മേൽ നടപടിക്കായിട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാധ്യമപ്രവർത്തകർ ഇത്രയൊരു അടുപ്പം ഇവർ തമ്മിലുണ്ടോ? കാരണം വെളിയിൽ കീരിയും പാമ്പും പോലെ അവർ കണ്ടിരുന്നത്. അതിൻ്റെ മുൻപോട്ട് വന്നിട്ടല്ലെങ്കിലും ഒരു കുഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതും എൻ്റെ ഭാര്യയാണ്. അല്ല, മമത പലപ്പോഴും രാജ്ഭവനിൽ വരുമ്പോൾ ചെയ്യുന്നത് ഭാര്യയെ കൂട്ടി അനൗപചാരികമായിട്ട് ഏതെങ്കിലും പാരപ്പറ്റ് ഹോളിൽ കയറിയിരുന്ന് അവർ ധാരാളം വർത്തമാനം പറയുന്നത് കാണും. അപ്പോൾ എൻ്റെ ജോലിയിലോ പൊതുപ്രവർത്തനത്തിലോ ഭാര്യ ഇടപെടാറില്ലെങ്കിലും അതിൻ്റെ എല്ലാം
പിറകിൽ ഒരു തണലായി താങ്ങായി നിൽക്കുന്നുവെന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും നികത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞു തീരാൻ പറ്റാത്ത സങ്കടവുമാണ്. എന്നാലും മകളുടെ വിയോഗമുണ്ടാക്കിയ ആ മുറിവ് ഒരു സ്കോളർഷിപ്പ് കൊടുത്ത് ആൾക്കാർ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്. അതിലിനി എന്താണ് നന്ദിതയ്ക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നന്ദിയുടെ മകൻ ഇപ്പോൾ എവിടെയുണ്ട്? എൻ്റെ മകളുടെ ക്യാൻസർ കൊണ്ടായിരുന്നു എന്നറിയാം. അതിനുശേഷം ഞാൻ ക്യാൻസർ ബാധിതരെ സഹായിക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്യാൻസർ സർവൈവേഴ്സിന് അവാർഡ് കൊടുക്കുന്ന ഒരു പദ്ധതി മാത്രമാണ്. മിഷൻ കമ്പാഷൻ എന്നൊരു വലിയ പദ്ധതി നടപ്പാക്കി വരികയാണ്. ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം കൊടുക്കുക, അതുപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നന്ദിതയുടെ പേരിലൊരു ഫൗണ്ടേഷൻ തുടങ്ങി ഇത് കൂടുതൽ വ്യാപിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഇതിൽ സജീവമായി സഹകരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹകരിക്കുന്നു. ഞാനിതിൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നായിരുന്നു ഞാൻ IAS വന്നത്. അവർ സഹകരിക്കുന്നുണ്ട്. നന്ദിത ഈ ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയുടെ മനോവ്യാപാരങ്ങൾ വൈകാരികമായി ഒപ്പിയെടുത്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അവൾ എഴുതി വെച്ച പല ഡയറി കുറിപ്പുകൾ നോക്കിയപ്പോൾ ധാരാളം പുസ്തകങ്ങൾക്കുള്ള മെറ്റീരിയൽ അതിലുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക, നന്ദിത ഫൗണ്ടേഷനിലൂടെ ക്യാൻസർ രോഗികൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. അതുപോലെ അന്തർദേശീയമായിട്ട് ഞാൻ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ആശുപത്രിയായ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. കാരണം ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ അറ്റോമിക് എനർജി വകുപ്പിൻ്റെ കീഴിലാണ്. ഞാനായിരുന്നു അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറി. അങ്ങനെ അതിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് പാവപ്പെട്ട ക്യാൻസർ പേഷ്യൻസിന് ടെലിമെഡിസിൻ പോലെ സഹായം എത്തിച്ചു കൊടുക്കാനുള്ള പല പദ്ധതികൾക്കും ആവിഷ്കരിച്ചിട്ടുണ്ട്, നടപ്പാക്കി വരുന്നു. മകൻ ഇപ്പോൾ പേരക്കുട്ടി ഏത് ക്ലാസ്സിലായി? ഇപ്പോൾ ഗ്രാജുവേഷൻ 2ാം വർഷമാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം ഷൂട്ടിങ്ങാണ്. ഷൂട്ടിങ്ങിനെ ചേർന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രത്യേകതയാണ്. ഓട്ടത്തിനും ചാട്ടത്തിനും താല്പര്യമില്ല. ഒരു ദിവസം ഷൂട്ടിങ് വേണം. ഷൂട്ടിങ് പോയി 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഇന്നലെ നടന്നൊരു അഖിലേന്ത്യാ മത്സരത്തിൽ ബ്രോൺസ് മെഡലും കിട്ടി. അതെയോ? ഞാൻ വിളിപ്പേര് സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടതേ ഓർമ്മയുള്ളൂ, അക്കു എന്ന് പറഞ്ഞിട്ട്. ഔദ്യോഗിക നാമം അദ്വൈത നായർ എന്നാണ് പേര്. അക്കു എന്ന് വിളിക്കുന്നു. അക്കു. അപ്പം അക്കുവിനിപ്പം ആ ഷൂട്ടിങ്ങിൽ വെച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അക്കു. ഞാൻ എപ്പോഴും ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറ്റിയൊരു പിഴവ് കൂടി തികത്തട്ടെ അടുത്ത ചോദ്യം. ഇപ്പം താങ്കളുടെ കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടും പിന്നെ ബംഗാൾ ഗവർണറായിട്ടുമാണ് ഞാൻ ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ നിർവഹിച്ച ഔദ്യോഗിക ചുമതലകളിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് എന്താണ്? ഞാനിപ്പം അറ്റോമിക് എനർജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് വിട്ടുപോയത് ഓർത്തത്. 2 വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചാണ് എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത്. ഒന്ന് അറ്റോമിക് എനർജി, മറ്റത് അഗ്രികൾച്ചർ. അറ്റോമിക് എനർജിയിൽ അതെ, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് പല പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു. അതിലൊന്നാണ് എഡ്യൂറ്റൈൻമെൻറ്റ് സ്റ്റുഡിയോ. ഒരു ഫുൾ ഫ്ലെജ്ഡ് ടെലിവിഷൻ സ്റ്റുഡിയോ സ്ഥാപിച്ചവിടെ ബോംബെയിൽ ബാർക്കിൻ്റെ കോമ്പൗണ്ടിൽ അണുശക്തി നഗറിൽ. അത് ലോഞ്ച് ചെയ്തത് പ്രസിഡൻ്റായിരുന്നത് APJ അബ്ദുൽ കലാം അദ്ദേഹമാണ്. അന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ്. അദ്ദേഹം മിസൈൽ മാൻ ശാസ്ത്രജ്ഞനാണ് എന്നറിയാം. അദ്ദേഹം പറഞ്ഞത്, ഐ ഹാവ് നെവർ സീൻ എ പ്രോജക്റ്റ് സോ ഇമാജിനേറ്റീവ്ലി കൺസീവ്ഡ് ആൻഡ് ഡെക്സ്റ്ററസ്ലി എക്സിക്യൂട്ടഡ് എന്നാണ്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരു പദവിയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഞാൻ വരാം എന്നും പറഞ്ഞിരുന്നു. അതിന്നും വളരെ നല്ലപോലെ പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ ഉടമ്പടി നടപ്പാക്കുന്ന സമയമാണത്. അന്ന് രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും രഹസ്യമായി ചെയ്യാനുള്ള ചുമതല എനിക്കുണ്ടായിരുന്നു. അത് രഹസ്യമായി ചെയ്യാൻ കഴിഞ്ഞത് മാത്രമല്ല,
ആ രഹസ്യം എന്തെന്ന് ഇപ്പോഴും സൂക്ഷിക്കാനും കഴിയുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അവിടെ നിന്ന് പോയത് കൃഷി വകുപ്പിലേക്കാണ്. അന്ന് ശ്രീ ശരത് പവാറാണ് ക്യാബിനറ്റ് മന്ത്രി. അതിനുശേഷം പിന്നീട് പ്രൊഫസർ കെ വി തോമസ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തോമസ് മാഷ്, അദ്ദേഹം അവിടെ മന്ത്രിയായിട്ട് വന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നിന്ന് ഹോർട്ടിക്കൾച്ചർ രംഗത്ത് അതിൻ്റെ തലവൻ ഞാനായിരുന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, കേരളത്തിലുൾപ്പെടെ. തമിഴ്നാട്ടിൽ ഊഷരഭൂമികളെല്ലാം തന്നെ ഈ പഴം പച്ചക്കറി കൃഷിക്ക് മാറ്റി. അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കർഷകരുമായിട്ട് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിച്ചു എന്നുള്ള വളരെ എനിക്ക് ചാരിതാർത്ഥ്യം തരുന്ന ഒരു കാര്യമാണ്. അതായത് ആദ്യം പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റാത്ത 2 ഏരിയയിലാണ് 2 ഓർമ്മകൾ വന്നത്. ഇനി ഇപ്പം സിവിൽ സർവീസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഉപദേശം കൊടുക്കാൻ ഞാൻ ആളല്ല. ലോർഡ് ചെസ്റ്റർഫീൽഡ് പറഞ്ഞതുപോലെ, ലോർഡ് മേസ്ഫീൽഡ്, അഡ്വൈസ് ഈസ് സെൽഡം വെൽക്കം, ദോസ് ഹു നീഡ് ഇറ്റ് ദ മോസ്റ്റ് ലൈക്ക് ഇറ്റ് ദ ലീസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ സ്ഥലത്ത് മാന്നാനത്ത് ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ല അധ്യാപകനാണ്. അതിലൊരു പ്രശ്നം, എല്ലാവരും ഉപദേശിക്കും. പിള്ളേരെ ഉപദേശിക്കും, അധ്യാപകരെ ഉപദേശിക്കും, മാതാപിതാക്കളെ ഉപദേശിക്കും, നാട്ടുകാരെ ഉപദേശിക്കും. അപ്പോൾ അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പയ്യൻ ഒരു 2 നില കെട്ടത്തിൽ ചാരി നിന്നിങ്ങനെ സേർട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനെ ഉപദേശിച്ച് നേരെയാക്കാം. അവരോട് ചോദിച്ചു, നീ എത്ര സിഗരറ്റ് വലിക്കും ഒരു ദിവസം? ഒരു 60-70 സിഗരറ്റ് വലിക്കും. എന്ന് മുതലാണ് സിഗരറ്റ് വലി തുടങ്ങിയത്? എനിക്കൊരു സിഗരറ്റ് വിരലിൻ്റെ ഇടയ്ക്ക് വെക്കാൻ തുടങ്ങിയ പ്രായം മുതൽ ഞാൻ സിഗരറ്റ് വലി തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു മനക്കണക്ക് കൂട്ടിട്ട് പറഞ്ഞു, ആ പൈസ ഉണ്ടായിരുന്നു നിനക്ക് ഈ 2 നില കെട്ടിടം വാങ്ങാൻ വയ്യായിരുന്നുള്ളൂ. പയ്യൻ ചോദിച്ചു, സാറ് സിഗരറ്റ് വലിക്കോ? ഇല്ല. സാറ് ഈ 2 നില കെട്ടിടം വാങ്ങിയോ? ഇല്ല. എന്നാലേ കഴിഞ്ഞ ആഴ്ച ഞാനിത് വാങ്ങി. അവിടെ ഉപദേശം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിൽ ഉപദേശിക്കുകയില്ലെങ്കിലും IAS കടന്നുകൂടാൻ താല്പര്യമുള്ള ആളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതിൻ്റെ അനുഭവമാണ്. ആദ്യമൊക്കെ IAS എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കഠിനാധ്വാനം വേണം, ധാരാളം വായന വേണം, ആത്മവിശ്വാസം വേണം എന്നൊക്കെ. ഇപ്പോൾ ഞാൻ പറയും, IAS എന്നുള്ള ഏത് പരീക്ഷ പാസ്സാണെങ്കിലും ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ആത്മവിശ്വാസമൊക്കെ വന്നോളൂ. ഇഫ് യു ഫെയ്ത്ത് ആൻഡ് എ മസ്റ്റർഡ് സീഡ് യു ക്യാൻ മൂവ് മൗണ്ടൻസ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലകളെ ഇളക്കാം. ശരിയാണത്. ആ വിശ്വാസം ആത്മവിശ്വാസമായി മാറും. അത് നിങ്ങളുടെ പ്രവൃത്തിയെ സ്വാധീനിക്കും. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, വിത്ത് ഹിം ഐ കനോട്ട് ഫെയിൽ, വിതൗട്ട് ഹിം ഐ കനോട്ട് സക്സീഡ്. അതൊന്ന്. രണ്ടാമത്, നെവർ ടേക്ക് നോ ഫോർ ആൻ ആൻസർ. ഈ റൈറ്റ് സഹോദരന്മാർ അവർ ഫ്ലൈയിങ് മെഷീൻ, പറക്കുന്ന യന്ത്രം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എല്ലാവരും പറഞ്ഞു നടപ്പില്ല. ലീവ് ഫ്ലൈയിങ് ടു ദ ബേർഡ്സ്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സോ ക്യാൻ വി. പക്ഷികൾക്ക് പറക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറക്കാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വിമാനമുണ്ട്. ഫോർഡ് മോട്ടോർ കാർ എന്ന ആശയമായി പോയപ്പോൾ എല്ലാവരും, എഡിസൺ വരെ പറഞ്ഞു, ഇത് നടപ്പില്ലാത്ത കാര്യം, പാഴ്വേലയാണ്, സമയം കളയണ്ട, എൻ്റെ കൂടെ ചേര്, നമുക്ക് 2 പേർക്കും ചെന്ന് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വാശി പിടിച്ച് നിന്നുകൊണ്ടിരുന്ന് നമുക്ക് മോട്ടോർ കാർ കിട്ടി. അതുപോലെ IAS കയറിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാൻ ജയിച്ചിരിക്കും എന്ന് പറയണം. ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം വന്നോളൂ. ഈ ഭാരതീയ പുരാണങ്ങളിൽ ഒരു ദേവിയുണ്ട്. ആ ദേവി നമ്മുടെ മൂർധാവിലാണ് വസിക്കുന്നത്. ആ ദേവിയുടെ തഥാസ്തു, തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നാണല്ലോ. ഈ ദേവി നമ്മളൊരു IAS പരീക്ഷ അങ്ങ് ചോദിച്ചു. IAS പരീക്ഷ എഴുതുമ്പോൾ ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ ജയിക്കില്ല, ഇൻ്റർവ്യൂവിന് ഞാൻ കയറി കൂടില്ല, പ്രിലിമിനറി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദേവി പറയും, തഥാസ്തു, അതങ്ങനെ തന്നെ നടക്കട്ടെ. നേരെ മറിച്ച്, എൻ്റെ ആകാശത്തെ പിടിച്ചു കെട്ടാൻ ആരുണ്ട്? ജയിക്കാനായി ജനിച്ചവനാണ് ഞാൻ ഈ പരീക്ഷ പാസ്സാവും എന്ന് പറഞ്ഞാൽ ദൈവകത്തുനിന്ന് തഥാസ്തു. ഇതിന് സൈക്കോളജിയിൽ പറയുന്ന ഓട്ടോ സജഷൻ.
ഓട്ടോ സജഷൻ വളരെ ആവശ്യമാണ്. ഒരിക്കലും പരാജയബോധം വരാൻ പാടില്ല. പരാജയബോധത്തെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി മാറ്റാൻ കഴിയണം. യു മേ റൈസ് ഓൺ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് യുവർ ഡെഡ് സെൽസ് ടു ഹയർ തിങ്സ് എന്ന് ടെന്നിസൺ പറയുന്നത് തന്നെയാണ്. ആത്മവിശ്വാസം, ദൈവവിശ്വാസം, ഇത് രണ്ടും മതി. ഇപ്പോൾ ഇതൊരു ട്രെൻഡ് വാക്കെന്ന് പറയുന്നത് ടെൻഷൻ എന്നുള്ള. എന്തിനും ടെൻഷനാണ്. ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ, ടിക്കറ്റ് കിട്ടിയ ടെൻഷൻ, പരീക്ഷ എന്ന് വന്നാൽ ടെൻഷൻ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയ ടെൻഷൻ, മാർക്ക് കുറഞ്ഞ ടെൻഷൻ, ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഈ പുതിയ തലമുറ ആളുകളുടെ ഇടയിൽ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം പിടിമുറുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പരീക്ഷക്കാലത്താണ് അത് കൂടുതൽ വരിക, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ഒരുപാട് ആളുകളെ കാണുകയും സംസാരിക്കുകയും വിഷയങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മതി. പരീക്ഷയിൽ ചെയ്യാൻ ആവശ്യം ടെൻഷനല്ല, അറ്റൻഷനാണ്. ടെൻഷൻ മാറ്റി അറ്റൻഷൻ കൂട്ടുക. അപ്പോൾ ഇനി മകനെ കുറിച്ചും കൂടി ചോദിക്കണം. മകൻ എന്താ ചെയ്യുന്നത്? മകൻ ഇപ്പം ഒരു നടനാണ്. ഹോളിവുഡിൽ ലോസ് ആഞ്ചലസിലെ സ്റ്റെല്ല ആഡ്ലർ ആക്ടിംഗ് സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടി ഇറങ്ങി. 1-2 സിനിമയിലൊക്കെ അവസരം കിട്ടിയ പുറത്ത് വന്നിട്ടില്ല. ഹോളിവുഡിലും ചിലതിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവനിപ്പോൾ ടോൺ ബിറ്റ്വീൻ ടു വേൾഡ്സ്, ദ വൺ ഡെഡ്, ദ അതർ പവർലെസ് ടു ബി ബോൺ, അങ്ങനെയാണ്. എവിടെ ചെന്ന് നിൽക്കും എന്ന് കാണാം. ഏതായാലും പൊതുവേ കിട്ടിയ അഭിപ്രായം ഡയറക്ടർമാരിൽ നിന്നും പ്രൊഡ്യൂസർമാരിൽ നിന്നും കിട്ടിയത് കഴിവുള്ള അഭിനേതാവാണെന്നാണ്. കാത്തിരുന്ന് കാണാം. അതെ, രസമുള്ളൊരു വരവായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. 2 മക്കളും ആർട്ട് ഫോമിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് തോന്നുന്നല്ലോ. ഒരാൾ ഡാൻസും അതിനോട് ഞാൻ പറഞ്ഞു, ഈ സിനിമയിലൊക്കെ നായകനാകുന്നതിന് വരെ ഒരു നല്ല മകനായിട്ടൊന്ന് അഭിനയിക്കുക. പാവം പറഞ്ഞു, ആദ്യം അച്ഛൻ നല്ല അച്ഛനായിട്ട് അഭിനയിച്ച് കാണിക്കും. ഞങ്ങളിപ്പോൾ അഭിനയത്തിന് മത്സരമാണ്. എന്തായാലും മക്കൾ രണ്ടാളും അവർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. ഇന്ന് വേണമെന്ന് അച്ഛനും അമ്മയോ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുക, എക്സെപ്റ്റ് ചൂസിങ് ദർ പേരൻസ്. എല്ലാവരും നല്ല റിഗ്രറ്റ് ചെയ്യും തോന്നുന്നില്ല. ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് നന്ദി. ഇനി വരുമ്പോഴും വൺ ഇന്ത്യ മലയാളത്തോടൊപ്പം ജോയിൻ ചെയ്യണം. പുതിയ വെഞ്ചേഴ്സ്, മകൻ്റെ അരങ്ങേറ്റം എപ്പോഴാവും, ഫസ്റ്റ് ഡെബ്യൂ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.